നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, ഇന്ത്യൻ കമ്പനി ലോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന എന്തായിരുന്നു? ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിയുടെ ഡെഫിനിഷൻസും അതേപോലെ ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് കമ്പനീസ് ആക്ട് 2013 നമ്മൾ നേരത്തെ നമുക്കുണ്ടായിരുന്ന പണ്ടത്തെ കമ്പനീസ് ആക്ട് ഏതായിരുന്നു? കമ്പനീസ് ആക്ട് 1956 ആണ്. ഇനി ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സാണ്. അപ്പോൾ ടെക്സ്റ്റ് ഉള്ളവർ പേജ് നമ്പർ 19 എടുക്കുക. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാനിപ്പോൾ PPT ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് ടെക്സ്റ്റിൻ്റെ ഇമേജ് ടെക്സ്റ്റിൽ എഴുതി തരാം. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് ശരിയാക്കി എടുക്കാൻ നോക്കുക. അതിന് മുമ്പായിട്ട് 2013 കമ്പനീസ് ആക്ടിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. എന്തൊക്കെയാണ് കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ട് 2013 ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഒറ്റ കാഴ്ചയിലുള്ള ഔട്ട്ലുക്കിലെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്തുള്ള ഓരോ കാര്യത്തിലെയും ഡിഫറൻസ് ആണ് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഫീച്ചറായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴുള്ള കമ്പനീസ് ആക്ട് 1956 2013 ആക്ടിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നില്ലേ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് ഈ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് കമ്പനീസ് ആക്ട് 1956 13 പാർട്ടുകളായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ആക്ട് നിലവിൽ വന്നിരിക്കുന്ന എത്ര പാർട്ടുകളായിട്ടാണ്? 13 പാർട്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഓരോ പാർട്സിലും ഓരോ സെക്ഷൻസിനെ പറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൂടുതലും ഏത് റൈറ്റ്സിനെ കവർ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ കമ്പനീസ് ആക്റ്റിലെ ഓരോ രജിസ്ട്രേഷൻ, അതായത് ഇൻകോർപ്പറേഷൻ, പിന്നെ മെമ്മോറണ്ടം ഓഫ് അതിന് ആർട്ടിക്കിൾസ്, അതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡീഡിനെ പറ്റി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 13 പാർട്ടുകളായിട്ടാണ് കമ്പനീസ് ആക്ട് 1956. എന്നാൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആണ് ആക്ടിനുള്ളിൽ തീർത്തിരുന്നത്. കാരണം ഒരു വലിയ ബുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോടത് ഫുൾ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബുക്കിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് മനസ്സിലുണ്ടാകും. ആ ഒരു ഗതിയായിരുന്നു കമ്പനീസ് ആക്ട് 1956. കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ റൂൾസ് ഒന്ന് കുത്തി തിരികെ വെച്ചിരിക്കുകയായിരുന്നു കമ്പനീസ് ആക്ട് 1956. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട്, വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞതുകൊണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങ് ഭയങ്കര എലാബറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്റ്റായിട്ട് അത് മാറിയത്. എന്നാൽ കമ്പനീസ് ആക്ട് 2013 ആ ഒരു ലിമിറ്റേഷൻ കവർ ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 നമ്മൾ അങ്ങനെ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഈ രണ്ട് ആക്റ്റുകൾ തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് അതാണ്. സെക്കൻഡ് വൺ നോക്കാം, ചാപ്റ്റേഴ്സ്. കമ്പനീസ് ആക്ട് 1956 26 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് 2013 കമ്പനീസ് ആക്ടിൽ 29 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന് എക്സ്ട്രാ 3 ചാപ്റ്റേഴ്സ് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 1956 ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാ കാര്യങ്ങൾക്കും ഒരേ പ്രാധാന്യം തന്നെയാണ് എല്ലാ ചാപ്റ്ററുകളും തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ആളുകൾക്ക് കൂടുതലായും കമ്പനീസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെയുള്ള കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ്, അങ്ങനെ ഓരോ റൂൾസും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിസ്തരിച്ചെഴുതിയാൽ മതി. അപ്പോൾ അതിന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളതാണ്. അതാണ് കമ്പനീസ് ആക്ട് 2013. അതിൽ 29 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ 1956 ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കമ്പനീസ് ആക്ട് 1956 എത്ര സെക്ഷൻസ് ഉണ്ട്? 658 658 സെക്ഷൻസ് ആണുള്ളത്.
എന്താണ് അതിൻ്റെ മെയിൻ കാരണം? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് 658 സെക്ഷൻസ് ഉണ്ട്. ആവശ്യമുള്ളത് മാത്രം കാണിച്ചുകൊണ്ടുള്ള സെക്ഷൻസേ ഉള്ളൂ 2013 ആക്റ്റിൽ. അതുകൊണ്ട് ആ ആക്റ്റിൽ 470 സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത സെക്ഷൻസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുള്ള ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 470 സെക്ഷൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കമ്പനീസ് ആക്ട് 2013. ഇനി കമ്പനീസ് ആക്ട് 1956 ഷെഡ്യൂൾസ്, 15 ഷെഡ്യൂൾസ് ആണ് 1956 എന്നാൽ 2013 ആക്റ്റിൽ ആകെ എത്ര ഷെഡ്യൂൾസേ ഉള്ളൂ? 7. എന്തുകൊണ്ടാണ്? എല്ലാത്തിൻ്റെയും റീസൺ ഒന്ന് തന്നെയാണെന്ത്? കമ്പനീസ് ആക്ട് 1956 എല്ലാ കാര്യങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കമ്പനി ക്രിയേഷനിൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള കാര്യങ്ങൾക്കും കുറവുള്ള കാര്യത്തിനും എല്ലാം സെയിം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കമ്പനീസ് ആക്ട് 1956 ഓരോ സെക്ഷൻസും ഓരോ ചാപ്റ്റേഴ്സും ഓരോ ഷെഡ്യൂൾസും പ്രിപ്പയർ ചെയ്തേക്കുന്നത്. എന്നാൽ കമ്പനീസ് ആക്ട് 2013 ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി എല്ലാം കളഞ്ഞേക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ സെക്ഷൻസിൻ്റെ എണ്ണവും ഷെഡ്യൂൾസിൻ്റെ എണ്ണവും ഒക്കെ കുറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനീസ് ആക്ട് 1956ഉം കമ്പനീസ് ആക്ട് 2013ഉം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴുള്ള ആദ്യത്തെ ഡിഫറൻസ്. ഇനി നമുക്ക് കമ്പനീസ് ആക്ട് 2013 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഞാൻ പറഞ്ഞല്ലോ കമ്പനീസ് ആക്ട് 2013 1956 നിന്നും ഒരുപാട് ഡിഫറൻസ് ഒക്കെ വരുത്തിയതിന് ശേഷമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്ത് ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു കളഞ്ഞ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ആവശ്യമില്ലാത്തത് കൂടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം 1956 ക്രിയേറ്റ് ചെയ്ത ആ ഒരു സിറ്റുവേഷന് അനുസരിച്ചും ചില ചേഞ്ചസ് ഒക്കെ ഇടയ്ക്ക് അമെൻമെൻറ്റ്സിലൂടെ 25 അമെൻമെൻറ്റ്സ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ 57 പരം അമെൻമെൻറ്റുകളാണ് 1956 നമ്മുടെ കമ്പനീസ് ആക്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ തവണയും സിറ്റുവേഷൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് ഉപയോഗിച്ചു. എന്നാൽ ഫുൾ ചേഞ്ചസ് അവർ വരുത്താനായിട്ട് ശ്രമിച്ചില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒന്ന് അഴിച്ച് പണിതാണെന്ന് 2013 കമ്പനീസ് ആക്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ടെക്സ്റ്റിൽ നിങ്ങളുടെ പേജ് നമ്പർ 20 നോക്കുക. ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണുന്ന ഫസ്റ്റ് ഫീച്ചർ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. ആസ് highlighted earlier, one of the important features of the new legislation is the greater flexibility offered to the executive in the administration of the company law. It is observed that the new act grants rule-making power to the central government in as many as 416 areas. This makes change in new law really. അതായത് നമ്മുടെ പുതിയ ലോ ഉദ്ദേശിക്കുന്നത് എന്താണ്? കമ്പനീസ് ആക്ട് 2013. പഴയ 1956 ലോയിൽ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. എന്താണോ റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് ആ റൂൾസ് അതേപടി നമ്മൾ ഫോളോ ചെയ്യുക ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിനോ മറ്റ് അതോറിറ്റിക്കോ അതിൻ്റെ മേലിൽ യാതൊരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. ഇനി വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനീസ് ആക്ടിന് അമെൻമെൻറ്റുകൾ വരുത്തണം. അല്ലാത്ത രീതിയിൽ സിറ്റുവേഷൻസിനനുസരിച്ച് ഫ്ലെക്സിബിളായി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് 1956 കമ്പനീസ് ആക്ടിന് ഒരിക്കലും സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? അത് റിജിഡാണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിൽ റൂൾസിൽ ചേഞ്ചസ് അമെൻമെൻറ്റ്സിലൂടെ അല്ലാതെ മാറ്റാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും ഓഫർ ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ കമ്പനീസ് ആക്ട് 2013.
അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ റൂളെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാനായിട്ടുള്ള റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്ലോസ് തന്നെ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ഇന്ത്യൻ സിറ്റുവേഷൻ അനുസരിച്ച് ഇന്ത്യൻ എക്കണോമിക് സ്റ്റെബിലിറ്റിയും അതും ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ജനറൽ ആയിട്ടുള്ള റൂള് ഫോം ചെയ്ത് വെച്ചിരിക്കുകയാണ് 2013 കമ്പനീസ് ആക്ട് എന്ന പേരിൽ. എന്നാൽ ഓരോ കമ്പനീസിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഓരോ ഏരിയ ബേസ് നോക്കുമ്പോഴും ചില റൂൾസൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കണമെന്നില്ല, നമുക്ക് അതേ രീതിയിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറയുകയാണെങ്കിൽ അവർ ഗ്രാൻറ്റ് ചെയ്താൽ നമുക്ക് ആ റൂൾസിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരുത്താനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് ഫീച്ചർ. എന്തായിരുന്നു അത്? നമ്മുടെ ഫ്ലെക്സിബിലിറ്റി. And second one, wider scope. Wider scope. The new legislation has a wider scope than the 1956 Act. The new Act covers companies, body corporates, statutory entities created under the other legislations etc. apart from the companies incorporated under the Act. അതായത് വൈഡർ സ്കോപ്പ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കമ്പനീസ് ആക്ട് 1956 ഓൺലി രജിസ്ട്രേഡ് കമ്പനീസ്, അതായത് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്, ഈ 1956 കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത, ഇൻകോർപ്പറേറ്റഡ് മീൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സുകൾ അവെയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെയുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും അവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അവരെ മാത്രമേ ഈ ആക്ടിനകത്ത് കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ കമ്പനീസ് ആക്ട് 2013 ഒരു വൈഡർ കോൺസെപ്റ്റാണ്. അതിനകത്ത് ഈ രജിസ്റ്റർ ചെയ്ത കമ്പനീസ് മാത്രമല്ല വരുന്നത്, രജിസ്റ്റർ ചെയ്യാത്ത കമ്പനീസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റീസ് ഉണ്ട്, അതേപോലെ ബോഡി കോർപ്പറേറ്റ്സ് ഉണ്ട്, മറ്റുള്ള അൺലിസ്റ്റഡ് കമ്പനീസ് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു കോൺസെപ്റ്റായിട്ടാണ് നമ്മുടെ 2013 കമ്പനീസ് ആക്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ നമുക്കൊന്നുകൂടെ ഓർത്ത് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ എന്തായിരുന്നു? ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ മേലിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. 1956 അങ്ങനെയല്ലായിരുന്നു. കമ്പനീസ് ആക്ടിൽ സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അതേപോലെ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളായിരുന്നു. എന്നാൽ 2013 വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ചെറിയ അതോറിറ്റി എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ്, ആ സിറ്റുവേഷൻസിനനുസരിച്ചൊന്ന് റൂൾസ് ചേഞ്ച് ചെയ്യാനായി. രണ്ടാമത്തെ എന്താണ്? വൈഡർ സ്കോപ്പ്. വൈഡർ സ്കോപ്പിൽ എന്താ പറയുന്നത്? കമ്പനീസ് ആക്ട് 1956 ഓൺലി കവർ ചെയ്യുന്നത് എന്തുമാത്രമാണ്? ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്, അതായത് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് മീൻസ് കമ്പനീസ് രജിസ്റ്റേർഡ്, ഇൻകോർപ്പറേറ്റഡ് മീൻസ് രജിസ്റ്റേർഡ്. കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനീസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ഫോളോ ചെയ്യാനും ഈ ആക്ട് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അവരെ മാത്രമാണ് ഇത് കവർ ചെയ്യുന്നത്. എന്നാൽ 2013 കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കമ്പനീസ്, ഈവൻ അൺലിസ്റ്റഡ് കമ്പനീസിന് വരെ, രജിസ്റ്റർ ചെയ്യാത്ത ചെറിയ കമ്പനീസിന് വരെയും ഇതിലെ അഡ്വാൻറ്റേജസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ഫീച്ചർ, ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. The new act falls into a different paradigm in the area of administration. 1956 Act was a legislation which was based on the old concept of license Raj, where each step required permission from the government. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് വേർഡ്. എന്താ? ഈച്ച് സ്റ്റെപ്പ് റിക്വയർഡ് പെർമിഷൻ. അതായത് നമ്മുടെ 1956 കമ്പനീസ് ആക്ടിന് ഓരോ സ്റ്റെപ്പുകളും കമ്പനീസ് മുമ്പോട്ട് വെക്കുമ്പോൾ ആ ഓരോ കാര്യങ്ങൾക്കും കമ്പനീസിന് എന്ത് വേണം? ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണോ? പുതിയ ഒരു പെർമിഷൻ വേണം. കമ്പനിക്ക് ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യണോ? അതിനും പെർമിഷൻ വേണം. എല്ലാ കാര്യങ്ങൾക്കും എന്താ? ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. അതിന് ലൈസൻസ് രാജ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന പേര്. അങ്ങനൊരു കൺസെപ്റ്റിലാണ്
അവിടെ ഫോളോ ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്താണ്? പുതിയ കമ്പനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരൊരു അങ്ങനെ ആളുകളെ അവർക്കൊരു മോട്ടിവേഷൻ കുറയും. കാരണം പുതിയ എന്തൊരു കാര്യം നമ്മൾ എന്തൊരു സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഗവൺമെൻറ് പെർമിഷന് വേണ്ടി എന്ത് ചെയ്യണം? ഗവൺമെൻറ് പെർമിഷൻ വേണം. അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കണം. അതെന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ഉന്മേഷം കുറയ്ക്കാൻ, നമുക്കൊരു താല്പര്യമില്ലായ്മ ഉണ്ടാക്കും പുതിയ എൻ്റർപ്രണേഴ്സ് വരുന്നതിന്. ദ ന്യൂ ലെജിസ്ലേഷൻ ഗ്രാൻസ് ഓട്ടോണമി ടു കമ്പനീസ് ടു എ വെരി ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. പുതിയ ലെജിസ്ലേഷൻ, അതായത് കമ്പനീസ് ആക്ട് 2013 എന്താണ്? നമുക്ക് സ്വയം ഭരണത്തിനുള്ള ഒരു അവകാശം നമ്മുടെ കമ്പനീസ് ആക്ട് 2013 തരുന്നുണ്ട്. കമ്പനീസ് ആക്ടിൽ നമുക്ക് തന്നെ ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലുമില്ല, ചില സ്പെഷ്യൽ കേസുകൾ ഒഴികെ ഉള്ളിടത്തെല്ലാം നമുക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാനും നമുക്ക് തന്നെ ഒരു പവർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? പുതിയ കമ്പനീസിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന്. അതാണ് ലിബറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ഫീച്ചർ. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് ആദ്യം മുതൽ ചിന്തിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഫസ്റ്റ് ഫീച്ചർ? ഫസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി, ആൻഡ് സെക്കൻഡ് വൺ വൈഡർ സ്കോപ്പ്, ആൻഡ് തേർഡ് വൺ ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ഫീച്ചറിനകത്ത് എന്താ പറഞ്ഞത്? കമ്പനീസ് ആക്ട് 1956 ഫോളോ ചെയ്തിരുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു? ലൈസൻസ് രാജ്. അതായത് എല്ലാത്തിനും ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. എന്നാൽ 2013 ആയപ്പോൾ എന്തായി? ഒരു ഓട്ടോണമി പവർ നമുക്ക് കിട്ടി. കമ്പനീസ് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യാം എന്ന് നമുക്ക് തോന്നി. അടുത്ത നാലാമത്തെ ഫീച്ചർ strict punishment. Okay. A glaring feature of the new act is strict punishment for offences. 1956 കമ്പനീസ് ആക്ടിനകത്ത് ഒരു പോരായ്മയായിരുന്നു. പണിഷ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതിന് വ്യക്തതയില്ലായിരുന്നു. 1956 ഇന്നർ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഇന്നർ ഡ്യൂട്ടി നമ്മൾ പെർഫോം ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പണിഷബിൾ ആണ് എന്ന് പറയും. പക്ഷെ എന്താണ് ആ പണിഷ്മെൻ്റ് എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇല്ലായിരിക്കും. അത് മാത്രമല്ല അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നെഗ്ലിജിബിൾ ആയിട്ടുള്ള പണിഷ്മെൻ്റ് ആയിരിക്കും. 10 രൂപ ഫീസ് അല്ലെങ്കിൽ 20 രൂപ, മാക്സിമം പോയി കഴിഞ്ഞാൽ എന്താ 50 രൂപ അടയ്ക്കുക. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കിപ്പ് ചെയ്യുന്നു. അതേപോലെ ചെറിയ ചെറിയ എമൗണ്ടുകളാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? പണിഷ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല, GST ബില്ല് പാസ്സാക്കിയിട്ടില്ല, അവരുടെ ഇൻവോയ്സിൽ GST ഇത് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ പല പല റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ചെയ്യുന്നവരെ സ്ട്രിക്റ്റ് പണിഷ്മെൻ്റ് ആണ്. ഒരാൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും തെറ്റ് ചെയ്താലും വലിയ രീതിയിലുള്ള പണിഷ്മെൻറ്റുകളാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പണിഷ്മെൻറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മൾ ഇനി കൂടുതലൊന്നും ആരും എന്ത് ചെയ്യരുത്, ഇങ്ങനെയായിട്ടുള്ള ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആകരുത്. നമ്മൾ നല്ല രീതിയിലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്ത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻ ചെയ്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ നോക്കി നമ്മൾ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിൽ ഒരു ദിവസം വൈകിട്ട് താമസിച്ചാണ് വരുന്നതെങ്കിൽ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് 4:30 ആയപ്പോൾ നിങ്ങൾ സാധാരണ രീതി വരും. എന്നാൽ ഒരു ദിവസം നിങ്ങൾ 6 മണിയായപ്പോഴാണ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് കയറി വന്നതെങ്കിൽ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ 6 മണിയായപ്പോൾ കയറി വന്ന് മോനെ ചായ കുടിച്ചു എന്നും പറഞ്ഞ് ചായ കൊണ്ടു കൊടുത്തു, യാതൊരു കാര്യവും പറയാതെ ഇങ്ങനൊന്നും സംഭവിക്കാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, 6 മണിയായപ്പോൾ വന്നാലും 7 മണി ആയപ്പോൾ വന്നാലും അച്ഛനും അമ്മയും ഒന്നും പറയില്ല എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ദിവസവും ഇത് തന്നെ തുടരും. എന്നാൽ അന്ന് 6 മണിക്ക് ലേറ്റായി വന്നതിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല 2 പെടയൊക്കെ മേടിച്ചിട്ട് നിൽക്കുകയാണെങ്കിലോ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ കറക്റ്റ് 4:30 എന്നുള്ള ടൈമിൽ വീട്ടിൽ കയറിക്കോളും. അങ്ങനെ സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ വീണ്ടും വീണ്ടും ഈ തെറ്റുകളൊന്നും തുടരരുത്. ആരെങ്കിലും ഈ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ
അതിന് കിട്ടുന്ന പണിഷ്മെൻറ്റ് ഇതാണെന്ന് മറ്റുള്ള കമ്പനീസിനും കൂടെ മനസ്സിലാക്കുക. നിങ്ങളിങ്ങനെ കാണിച്ചപ്പോൾ അച്ഛനും അമ്മയും നല്ല അടി നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങളുടെ അനിയനും മനസ്സിലായി ഞാൻ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, ചേട്ടന് കിട്ടിയ പോലത്തെ അടി എനിക്കും കിട്ടുമെന്ന്. അതേപോലെ തന്നെ എല്ലാ കമ്പനീസിനും അതേപോലെയുള്ള എല്ലാ ഓൺട്രപ്രണേഴ്സിനും ഇതൊരു എന്താ പറയുക, ഇത് നോക്കി ഫോളോ ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. എന്താ റൂൾസ് വയലേറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു താക്കീത് അവർക്ക് അപ്പോൾ അവിടെ ലഭിക്കും. ഇതാണ് നമ്മുടെ 2, 3, 4 നാലാമത്തെ ഫീച്ചർ, അതായത് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. ഇത് നമ്മൾ വായിച്ചില്ല അല്ലേ? A glaring feature of the new act is strict punishment for offences. The act is liberal in granting autonomy, but if there is any violation of norms, the punishment prescribed are really deterrent in nature. അതായത് നമ്മുടെ 2013 കമ്പനീസ് ആക്ടിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു ലിബറൽ അഡ്മിനിസ്ട്രേഷനാണ്. ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഡിസിഷൻസും പെർമിഷൻസും ഒക്കെ നൽകാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതൊക്കെയും എന്തിൻ്റെ വീക്ഷണത്തിലാണ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ബിസിനസ് എത്തിക്സിനെ കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ സാധാരണപ്പെട്ട പബ്ലിക്കിനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെന്തായി മാറും? പണിഷബിളായി മാറുന്നതാണ്. അതും നല്ല പണിഷ്മെൻറ്റാണ് കിട്ടുന്നത്. നമ്മുടെ 1956 വെച്ച് കഴിഞ്ഞാൽ നല്ല നെഗ്ലിജിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വളരെ ചെറിയ പണിഷ്മെൻ്റ് ആയിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇപ്പം. ആദ്യം മുതൽ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് വൺ വൈഡർ സ്കോപ്പ്. തേർഡ് വൺ ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. ഫോർത്ത് വൺ സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് strong administrative framework. Both in civil and criminal law violations regarding matters connection with companies, fast dispute settlement is essential, and for this purpose a strong administrative system is created. Strong administrative framework എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്കിനകത്ത് എന്താ പറയുന്നത്? നമ്മുടെ കമ്പനീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ടുകൾ, എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ട്, കമ്പനിയെ സംബന്ധിച്ചുള്ള കംപ്ലൈൻറ്റുകൾ ഒക്കെയും സെറ്റിൽ ചെയ്യാനായിട്ട് ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? കമ്പനീസിൻ്റെ ബിസിനസ് എത്തിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ആ കാര്യങ്ങളൊക്കെയും കമ്പനി ഫോളോ ചെയ്തിട്ടില്ലാതെ വരികയാണെങ്കിൽ കമ്പനിക്കെതിരെ നമ്മുടെ ജനറൽ പബ്ലിക്കിന് എന്തെങ്കിലും പറയാനുണ്ടാകും, അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകും. അതേപോലെ കമ്പനീസിന് മറ്റു കമ്പനീസിനെതിരെയും എന്തെങ്കിലും അവരുടെ കോൺട്രാക്റ്റുകൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ. ഇപ്പം ഇതിനിടയിലുള്ള എന്തിനു വേണ്ടിയും, അതിപ്പോൾ സിവിലാകാം ക്രിമിനലാകാം, എങ്ങനെയുള്ള ലോ വയലേഷൻസും ആകാം, കമ്പനിക്ക് അതേപോലെയുള്ള കേസസൊക്കെ ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? കമ്പനീസ് ആക്ട് 2013. നെക്സ്റ്റ് വൺ സ്യൂട്ടഡ് ഫോർ ഗ്ലോബലൈസ്ഡ് വേൾഡ്. സ്യൂട്ടഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ കമ്പനീസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ അതിലൊരെണ്ണം പറഞ്ഞായിരുന്നു, കമ്പനിയുടെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞായിരുന്നു സ്യൂഡ് ആൻഡ് ബി സ്യൂഡ് എന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അത്? ഓർക്കുന്നുണ്ടോ? കമ്പനിയെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കമ്പനിയെ കണക്കാക്കുന്നത്. സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയുള്ള എല്ലാ റൈറ്റ്സുമുള്ള ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് നമ്മുടെ കമ്പനി. അങ്ങനെയാവുമ്പോൾ സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിനുള്ള റൈറ്റ് ആണ് എന്താ? ഒരാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും അതേപോലെ മറ്റൊരാൾക്ക് അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാനുമുള്ള റൈറ്റ്. അതുതന്നെയാണ് കമ്പനിക്ക് ഉണ്ടായിരുന്ന ഒരു റൈറ്റ്, സ്യൂഡ് ആൻഡ് ബി സ്യൂഡ്. അതായത് കമ്പനിക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം?
കമ്പനിയെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന രീതിയിൽ നമുക്ക് കമ്പനി എന്തെങ്കിലും നമ്മളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും നമുക്ക് സ്യൂ ചെയ്യാം. അതേപോലെ കമ്പനിക്കും മറ്റ് കമ്പനികളെയോ അല്ലെങ്കിൽ മറ്റെന്തിനെയോ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതേ ഫീച്ചർ തന്നെയാണ് ഇവിടെ പറഞ്ഞത്, സ്യൂഡ് ഫോർ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്. The new legislation accepts the globalized platform in which companies function. The act permits cross-border mergers, jurisdictions of foreign courts in certain areas, etc. അതായത് നമ്മൾ കമ്പനി എന്തായിട്ടാണ് കാണുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അപ്പം ഒരു പേഴ്സണുള്ള റൈറ്റ് ആണെന്ത്, കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യാം, മറ്റ് കമ്പനീസിൽ കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യാം, മീൻസ് എന്താ മറ്റുള്ളവരുമായിട്ട് എന്തിൽ എൻ്റർ ചെയ്യാം, ഒരുമിച്ച് ഒരു അസോസിയേഷൻ ഫോം ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കമ്പനീസിനും എന്ത് ചെയ്യാൻ സാധിക്കും, ക്രോസ് ബോർഡർ മെർജേഴ്സും, അതായത് ക്രോസ് ബോർഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് പുറത്തോ എവിടെ വേണമെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കമ്പനീസുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മേർജ് ചെയ്ത് പ്രവർത്തിക്കാനും ഫോറിൻ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ്സ് നമ്മുടെ കമ്പനീസിന് ഉണ്ട്. എന്ത് പ്രകാരം? കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 1956 ഇതിനെപ്പറ്റിയുള്ള ക്ലോസസ് ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഏറ്റവും വലിയ ഡിഫറൻസ് ആണ് കമ്പനീസ് ആക്ട് 1956 2013 തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ആണ് ഈ ഫീച്ചർ, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കമ്പനീസ് ആക്ട് 2013 ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫീച്ചറിനാണ്. അതായത് ഒരു കമ്പനി എത്ര ഫങ്ഷൻ ചെയ്താലും ആ ഫങ്ഷൻ ചെയ്ത് എത്രയൊക്കെ പ്രോഫിറ്റ് ഏൺ ചെയ്താലും അതിലൊരു നിശ്ചിത പേഴ്സൻറ്റേജ് നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ടും കൂടെ യൂസ് ചെയ്യണം എന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 ഒരു വലിയ ഫീച്ചറാണ്. 1956 അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള ഒരു നമ്മൾ കമ്പനി റൺ ചെയ്യുക, പ്രോഫിറ്റ് കൂട്ടുക, ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെയും വന്നിരിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്ക് വാങ്ങുകയാണെങ്കിൽ, അപ്പോൾ ആ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കിൻ്റെ ഏറ്റവും ബാക്ക് പേജിൽ നിങ്ങൾ കാണാറുണ്ട് അല്ലേ, പാവപ്പെട്ട കുട്ടികൾ കുറേ പേരുന്നുണ്ട് എഴുതുന്നു അല്ലേ, ഒരു പടം അവിടെ ഉണ്ട്. അങ്ങനെ എന്താണത് കാണിക്കുന്നത്, കുറേ എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെ 40 രൂപയുടെ ഒരു നോട്ട് ബുക്ക്, 40 30 എത്രയോ രൂപയുടെ ഒരു നോട്ട് ബുക്ക് വാങ്ങുകയാണെങ്കിൽ അതിൽ 1 രൂപ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കാണ് പോകുന്നത്. അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിലേക്കാണ് പോകുന്നത്. അത് കാണിക്കുന്നത് എന്താണ്, കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ കമ്പനീസിനും അങ്ങനെ തന്നെയാണ്. ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്ക് ഏത് കമ്പനിയുടെയാണ്? ITC. അപ്പോൾ ITC എന്ന് പറയുന്ന കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഈ ഒരു കമ്പനിക്ക് മാത്രമല്ല, എല്ലാ കമ്പനീസും അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗൂഗിൾ പേ നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ എന്താ ഒരു ഷെയർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലവ് ഇങ്ങനെ വരും, എന്താ നിങ്ങളിത് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തോ വാക്സിനേറ്റ് ചെയ്യുന്നവർക്ക് എന്തോ ഡൊണേഷൻ കൊടുക്കുന്നു, അങ്ങനെ എന്തോ ഒരു പുതിയൊരു സ്കീം പരസ്യമൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അങ്ങനെ എന്തോ അതും കാണിക്കുന്ന എന്താണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, കമ്പനിയുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. കൊറോണ വാക്സിൻ അതിന് വാക്സിനേഷന് വേണ്ടി എന്തോ ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയർ ചെയ്യൂ എന്നും പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അതൊക്കെ കാണിക്കുന്ന എന്താണ്, കമ്പനിയുടെ പബ്ലിക്കിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ എല്ലാ കമ്പനികളും അവരവരുടെ പ്രോഫിറ്റിൻ്റെ മിനിമം 2% എങ്കിലും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ചിലവാക്കിയിരിക്കണം എന്ന് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും മിനിമം ഒരു 2% പ്രോഫിറ്റ് അവരെന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കണം, സമൂഹത്തിൻ്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നതിന്, ഒരു വെൽഫെയർ ആക്ടിവിറ്റിയിൽ അവർ ഉണ്ടായിരിക്കണം. അടുത്ത ഫീച്ചർ നോക്കാം, ഇൻഫർമേഷൻ ടെക്നോളജി. The new act permits a
ദ യൂസ് പോസിബിൾ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി എന്തായിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഒരു കമ്പനിയിലെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഇലക്ട്രോണിക്കലി നമുക്ക് ലഭിക്കും? കമ്പനി ഫസ്റ്റ്ലി അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തൊരു വെബ്സൈറ്റ് എന്ത് ചെയ്തിരിക്കും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മേജറായിട്ട് അത്ര വലിയ കമ്പനി അല്ലെങ്കിൽ പോലും എന്താ, ചെറിയ ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു അൺലിസ്റ്റഡ് കമ്പനി ആയിക്കോട്ടെ, നോട്ട് ഈവൻ രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ലെന്നിരിക്കട്ടെ, എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു എന്തിനു വേണ്ടിയാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ കമ്പനിയുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, കമ്പനി അഡ്മിനിസ്ട്രേഷൻ ആരൊക്കെയാണ് നടത്തുന്നത്, കമ്പനിയെ കോൺടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പനിയുടെ ലൊക്കേഷൻ എവിടെയാണ്, കമ്പനിയിൽ എന്തൊക്കെ ബിസിനസ്സാണ് നടക്കുന്നത്, അതേപോലെ അവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണുള്ളത്, അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അവരുടെ ഗോൾ എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജ് എടുക്കുക. നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കോളേജിൻ്റെ ലൊക്കേഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരിക്കും, കോളേജിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് കാണിക്കും. സെയിം കോളേജ് തന്നെ വേറെ ലൊക്കേഷനിലുണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കും അല്ലേ, അവർക്ക് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. പിന്നെ എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായി ആരാണ് HOD, അതിലേതൊക്കെ ഫാക്കൽറ്റീസ് ഉണ്ട്, അവരുടെ പേരെന്തൊക്കെയാണ്, ഈവൻ കോൺടാക്ട് നമ്പർ എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽസും എന്തുണ്ടായിരിക്കും. ഇനി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടായിരിക്കും, അതിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇലക്ട്രോണിക്കലി നമ്മുടെ കമ്പനിയെ എന്ത് ചെയ്യണം, കമ്പനിയെ ഫുള്ളായിട്ട് ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കൽ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി, ഓൾ വേൾഡിന് കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. ചിലപ്പോൾ അതൊരു കുഞ്ഞ് ഒരു ചെറിയ ഓഫീസ് റൂമിലുള്ള ഒരു ചെറിയ ബിൽഡിങ്ങിനകത്ത് നടക്കുന്ന ഒരു വലിയ കാര്യമില്ലാത്ത ബിസിനസ് ആയിരിക്കും, വലിയ പ്രോഫിറ്റ് ഒന്നും ഏൺ ചെയ്യാത്ത, അത്ര വലിയ ക്യാപിറ്റലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ചെറിയ 1-2 എംപ്ലോയീസ് മാത്രം പോട്ടെ, ആ എംപ്ലോയീസ് തന്നെ ഇല്ലാത്ത, അതായത് ഓണർ തന്നെയാണ് വർക്കുകളെല്ലാം ചെയ്യുന്നത്, അങ്ങനെയുള്ള കമ്പനീസും ആയിരിക്കാം. കമ്പനീസ് ആക്ട് 2013 അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതേപോലെ ഈ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് 1956 എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്ന് ചോദിച്ചാലും എക്സാമിന് നിങ്ങൾ ഇത് തന്നെ വേണം എഴുതാൻ. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ അത് ഡിഫറൻസ് ആയിട്ട് മാറ്റി എഴുതും? ഇവിടെ ഓരോ പോയിന്റ്സും പറഞ്ഞിട്ടില്ലേ, ഫ്ലെക്സിബിലിറ്റി, വൈഡർ സ്കോപ്പ്, ലിബറൽ അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ നിങ്ങൾ ബേസിസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കോളത്തിൽ ഈ പോയിന്റുകൾ കൊടുക്കുക. എന്നിട്ട് 1956 ആൻഡ് 2013 എന്ന് പറഞ്ഞ് 2 കോളംസ് ആയിട്ട് തിരിച്ചിട്ട് ഡിഫറൻസ് നിങ്ങൾക്ക് എഴുതാം. ഫ്ലെക്സിബിലിറ്റിക്കകത്തെ 2013 അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. കാരണം എന്താണ്, അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻസിനനുസരിച്ച്. 1956 അവിടെ റിജിഡ് ആയിട്ടുള്ള റൂൾസ് ആണ്, അതിൽ യാതൊരു മാറ്റങ്ങളും വരുത്താൻ പറ്റത്തില്ല. എപ്പോൾ മാത്രമേ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ, അമെൻമെൻറ്റ്സിലൂടെ മാത്രമേ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, രണ്ടാമത് നിങ്ങൾ അടുത്ത ബേസിസ് കോളത്തിൽ എഴുതണം, രണ്ടാമത്തേതിൽ എഴുതണം സ്കോപ്പ്. 2013 വൈഡർ സ്കോപ്പാണ്, കാരണം അതിനകത്ത് കവർ ചെയ്യുന്നത് രജിസ്റ്റേർഡ് കമ്പനീസ് മാത്രമല്ല, അൺരജിസ്റ്റേർഡ് കമ്പനീസ്, അൺലിസ്റ്റഡ് കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ്, എല്ലാ കമ്പനീസും എന്തിനകത്ത് വരുന്നുണ്ട്, 2013 കമ്പനീസ് ആക്ടിലുണ്ട്. അപ്പോൾ 1956 കവർ ചെയ്യുന്നത് ഓൺലി രജിസ്റ്റേർഡ് കമ്പനീസ് അണ്ടർ ദി 1956 ആക്ട്. മൂന്നാമതോ അഡ്മിനിസ്ട്രേഷൻ. മൂന്നാമത്തെ നിങ്ങൾ ബേസിസ് കോളത്തിൽ ഏതാ എഴുതേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ. 1956 അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന എന്തൊരു കൺസെപ്റ്റ് അവർ ഫോളോ ചെയ്തിരുന്ന, കൺസെപ്റ്റ് ഓഫ് ലൈസൻസ് രാജ് കൺസെപ്റ്റാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അവിടെ എന്താ അതിൻ്റെ മീനിങ് എന്താണ്, എന്തൊരു കാര്യത്തിനും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങണം, എന്നിട്ടേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു കമ്പനീസ് ആക്ട് 1956. 2013 എങ്ങനെ എഴുതുന്നത്, ലിബറൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. കാരണം ചില സ്പെഷ്യൽ കേസ് ഒഴികെയുള്ളതിൽ നമുക്ക് സ്വയമേ കമ്പനീസിന് എന്ത് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ഓട്ടോണമസ് ആയിട്ട് സ്വയമേ എന്ത് ചെയ്യാൻ സാധിക്കും, റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതോ ബേസിസ് കോളത്തിൽ പണിഷ്മെൻറ്റ് എന്നെഴുതുക. കമ്പനീസ് ആക്ട് 1956 എങ്ങനെയായിരുന്നു, നെഗ്ലിജിബിൾ ആയിട്ടുള്ള പണിഷ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ചെറിയ വലിയ പണിഷ്മെൻ്റ് ആണെന്ന് തന്നെ നമുക്ക് തോന്നില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, റൂൾസ് വയലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ചെറിയൊരു പണിഷ്മെൻ്റ് അല്ലേ, അത് ഞാനങ്ങ് സഹിച്ചോളാം എന്നുള്ള രീതിയിലാകും. പക്ഷേ 2013 പറഞ്ഞാൽ സ്ട്രിക്റ്റ് പണിഷ്മെൻ്റ് ആണ്. ചെറിയ ഒഫൻസിന് പോലും വളരെ വലിയ പണിഷ്മെൻറ്റുകൾ നമ്മൾ ഏൽക്കേണ്ടി വരും. അങ്ങനെയുള്ള അതായിരുന്നു 2013. ഇനി അടുത്തത് നമ്മൾ ബേസിസ് കോളത്തിൽ എഴുതേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിം വർക്ക് എങ്ങനെയാണ്. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഫാസ്റ്റ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ 1956 അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. സ്യൂട്ട് ഫോർ ഗ്ലോബലൈസ്ഡ് വേൾഡ്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കമ്പനീസിനെ സ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഏതാണ്, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കമ്പനീസ് ആക്ട് 1956 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഉണ്ടായിരുന്നില്ല. എന്നാൽ കമ്പനീസ് ആക്ട് 2013 വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ, മിനിമം നമ്മുടെ പ്രോഫിറ്റിൻ്റെ 2% എങ്കിലും ഒരു കമ്പനി അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഉപയോഗപ്പെടുത്തിയിരിക്കണം. ലാസ്റ്റ് വൺ, ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് നമ്മുടെ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇലക്ട്രോണിക്കലി അവൈലബിൾ ആക്കിയിരിക്കണം. ഇതാണ് നമ്മുടെ ഡിഫറൻസും ഫീച്ചേഴ്സും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന നോട്ട് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്, കമ്പനീസ് ആക്ട് 2013 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ചെറിയ ഓവറോൾ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാലുള്ള കമ്പനീസ് ആക്ട് 1956 2013 ഡിഫറൻസ്, സെക്ഷൻസിലും പാർട്സിലും ഒക്കെയുള്ള ഷെഡ്യൂൾസിലും ഒക്കെയുള്ള ഡിഫറൻസ്. അതും പിന്നെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഫീച്ചേഴ്സും കൂടെ വെച്ചിട്ട് നിങ്ങളൊരു ടേബിള് ഉണ്ടാക്കുക. ആ ടേബിളിൽ നമ്മുടെ കമ്പനീസ് ആക്ട് 1956 2013 ഡിഫറൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട വർക്ക്. ഓക്കെ, അപ്പോൾ 3 കോളം ഉണ്ടായിരിക്കണം, ബേസിസ്, പിന്നെ 1956 ആൻഡ് 2013. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ബുക്കിനകത്ത് എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് മെയിൽ അയക്കുക. നിങ്ങൾ വാട്സപ്പിനകത്ത് സെൻഡ് ചെയ്യണ്ട. ഓക്കെ, മെയിൽ തന്നെ നിങ്ങൾ അയച്ച് പഠിക്കുക. അത് സാരമില്ല, ക്യൂവിൽ വന്നാൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ സെൻഡ് ചെയ്തതായിട്ട് എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്കത് സെൻഡ് ചെയ്യാൻ റീട്രൈ ചെയ്ത്